ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും താളവും. അപ്പോൾ ഗൈസ്, സെയിം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണ്? മോർണിംഗ് പൂക്കളിടലാണ് കേട്ടോ. അപ്പം ഇന്ന് അപ്പൂസും മമ്മിയും ഒക്കെ പാടെ ചേർന്നിട്ടാണ് കേട്ടോ പൂക്കളിടുന്നത്. ഇതാണ്ടില്ലേ, അമ്മ അവിടുന്ന് പൂ പറിക്കുന്നുണ്ട്, അപ്പൂസ് അവിടെ ഇരുന്ന് പൂ വെട്ടുന്നുണ്ട്. ഇന്ന് പൂ മുറിച്ചിട്ട് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടെ ഭയങ്കര ഐഡിയയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഹായ് ഊ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഓണത്തിനിടെ പുട്ട് വെച്ചോടെന്ന് പറഞ്ഞ പോലെ ഞാൻ പൂക്കളം തലേ ദിവസത്തെ പൂക്കളം എടുത്ത് മാറ്റാൻ കേട്ടോ. ഒന്ന് പൂക്കളൊക്കെ എടുത്ത് മാറ്റി ചാണകമൊക്കെ തേക്കാമെന്ന് വെച്ച് വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അപ്പോഴത്തേക്ക് അവർ പൂ കട്ട് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ഗൈസ്, തകൃതിയായി അവിടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളായിരിക്കും കേട്ടോ. അമ്മമ്മയും അപ്പവും കൂടെ എന്തൊക്കെ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു. റൗണ്ട് ചെയ്തിട്ടിടണം, മുറിച്ചിട്ടിടണം, അങ്ങനെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടാളും പാടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്തായാലും ഞാൻ ആ പൂക്കളൊക്കെ എടുത്തു. ഇനി ചാണകം തേക്കാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ചാണകമൊക്കെ, പാറുവിൻ്റെ ചാണകമൊക്കെ പോയി എടുത്തിട്ട് വന്നു. ചാണകം തേച്ചു. അങ്ങനെ ഗൈസ്, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ അമ്പലമാണ് കേട്ടോ. വൈറ്റ്, ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, പിന്നെ വയലറ്റ് കളർ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ചാച്ചക്കൊട്ടനും മുറിക്കണം എന്ന് പറഞ്ഞിട്ട് ചാച്ചക്കൊട്ടൻ കത്രികയൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. കത്രികയൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ചേച്ചിയുടെ കൈ മുറിഞ്ഞത് കാരണം ചേച്ചി കുറച്ച് റെസ്റ്റിലാണ്. പുല്ലരിയുമ്പോൾ ഗൈസ് കൈ മുറിഞ്ഞു പോയി. വിരലിൻ്റെ ലേശം അവിടത്തേക്ക് തട്ടിയിട്ട് നഖമൊക്കെ പോയി. അങ്ങനെയൊക്കെ സീനായിട്ടിരിക്കുകയാണ് ഗൈസ്, സീനായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇതാ ഇഷാൻസ് ഡാഡ് വന്നിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുക്കുച്ചേട്ടനും എത്തി. അങ്ങനെ നമ്മുടെ മിട്ടുവിനെ കാണാമല്ലോ ഇന്ന്. അതല്ലേ എല്ലാവരും നോക്കുന്നത്. മിട്ടു കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും കേട്ടോ. അവൻ എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ വെറുതെ ഇരിക്കുന്ന എന്നെ കാണുമ്പോൾ ഇഷാന് സഹിക്കാൻ പറ്റുന്നില്ല. ഈശാൻ ഒരു അടിയും തന്നിട്ട് ഇഷാൻ എണീറ്റ് പോയി. വികൃതി. അങ്ങനെ കണ്ടില്ലേ, വെറുതെ ഒന്ന് നോണ്ടാണ്. അവനും കിട്ടിയ ഒരു കത്രിക, എന്തൊക്കെയുണ്ട് കയ്യിൽ. ഗൈസ് കണ്ടില്ലേ, നമ്മുടെ മിട്ട് വന്നു കേട്ടോ. അങ്ങനെ മിട്ടുച്ചേട്ടൻ വന്നു. മിട്ടും കുക്കുവിനെ നല്ല ഇഷ്ടം കേട്ടോ. മിട്ടുവിനെ ഏത് നേരം അതിനെ പിടിച്ചിട്ട് എടുത്തിട്ടൊക്കെയാണ്. ഒരു പേടിയില്ല ചക്കന്. വികൃതി, രണ്ട് വികൃതികൾ. ചാച്ചോട്ടയും കൂടെ ചേർന്നാൽ പിന്നെ പറയണ്ട. അതിനെ കവറിലിട്ട് പിടിക്കുക, ഓടിക്കുക, അതിനെ ഓടിച്ചിട്ട് പിടിക്കുക, വാതിലടച്ചിടുക, അതൊക്കെയാണ് അവരുടെ മെയിൻ പരിപാടി. അപ്പോൾ ഗൈസ്, അതൊക്കെ പോട്ടെ, നമ്മളങ്ങനെ പൂക്കളത്തിലോട്ട് വന്നു. കണ്ടില്ലേ, അമ്മയുടെ ഭയങ്കര വരയിലൊക്കെയാണ് കേട്ടോ. ഇന്ന് വരച്ചിട്ട് പൂക്കളിടാന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് വരയ്ക്കുന്നുണ്ട്. യെസ്, കട്ട് ചെയ്തിട്ട് ഡയമണ്ട് ഷേപ്പിൽ ഇടാനാവും. അങ്ങനെ പൂ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. കണ്ടില്ലേ ഗൈസ്, ഇന്ന് അമ്മയാണ് കേട്ടോ. എല്ലാവരും ഓരോ ദിവസം ഓരോരുത്തരും മാറ്റി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പൂക്കളും കിട്ടൂല നമുക്ക്. ഗൈസ്, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആരും. നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു ഓളവും താളവും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ തിരിച്ചും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട്, എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഗൈസ്, പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽ ഓളവും താളവും. അപ്പോൾ പൂക്കളം ഒരെണ്ണം കഴിഞ്ഞു. ഇനിയാണ് ഗൈസ് നമ്മുടെ അങ്കത്തട്ടിലേക്ക് അമ്മ ഇതാ ഇറങ്ങിച്ചെന്നുകൊണ്ട് അടുത്ത കളർ എടുത്തിട്ട് വരാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പുവിനെ കാണാനില്ലല്ലോ. അപ്പു എവിടെ പോയി? മിട്ടുവിനെ കാണാനില്ലല്ലോ. മിട്ടു എവിടെ പോയി? കുക്കുവിനെ കാണാനില്ലല്ലോ. ആരെയും കാണാനില്ല ഗൈസ്, ആരെയും. അങ്ങനെ താ നെക്സ്റ്റ് അപ്പു സ്ട്രോക്സ് ഇറങ്ങി വരുന്നുണ്ട്. ഇനി അവളുടെ കഴിവുകൾ നമുക്ക് കാണാം. എന്നും പൂട്ട് നമ്മുടെ വീട്ടിലത്തെ പൂക്കളൊക്കെ
കുറച്ച് കുറച്ചായി ഇതാവുന്നുണ്ട്. നമ്മളത് കട്ട് ചെയ്ത് വേറെ ഡിസൈനൊക്കെ മാറ്റി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ ഫൈനൽ എന്താവുന്നു. ഗൈസ്, നിങ്ങളെല്ലാവരും പൂക്കളിടല് നിർത്തിയോ അതെപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഗൈസ്, വൈറ്റ് ആമ്പൽ ഞാൻ കാണിച്ചു തന്നില്ലേ, അതിൻ്റെ ഒരു വയലറ്റ് കളറും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിനെക്കാട്ടിലും ഒരു ചെറുതാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇതും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് കാണിച്ചു തരാം. അമ്പൽ ഫാൻസുകാരുണ്ടോ ഇവിടെ ഗൈസ്? അമ്പൽ ഫാൻസുകാർ അങ്ങനെ കുക്ക് വന്നിട്ടുണ്ട്. കുക്കു അപ്പവും കൂടെ ചേർന്ന പിന്നെ പൂര വികൃതിയാണ് അവിടെ. അപ്പം എന്തെങ്കിലും അപ്പച്ചിനെ നോണ്ടിയിട്ട് ചിലപ്പോൾ അവൻ പോകും. കാരണം മണ്ണൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്താവുന്നു നോക്കാം. അങ്ങനെ ചാച്ചക്കുട്ടൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. പൂ തികഞ്ഞില്ല എന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് അമ്മമ്മയുടെ പിന്നാലെ പോകുന്നുണ്ട്. നമുക്ക് ഇതാ കണ്ടില്ല, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് വെച്ച പൂക്കൾ കേട്ടോ. തെച്ചിയുണ്ട്, ഒരു കളറലുണ്ട്, പിന്നെ ഇതെന്താണ് കാക്കപ്പൂ, വൈറ്റ് കാക്കപ്പൂ ആണ് ഗൈസ്. ഇല മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഇപ്പോഴത്തെ പൂക്കളം. ഇനി എന്തൊക്കെയോ ഇല പൊട്ടിച്ചിട്ട് വരുന്നുണ്ടല്ലോ അപ്പൂസ്. അങ്ങനെ കോഴിയമ്മയും കുട്ടിയും വന്നിട്ടുണ്ട്. കുട്ടികളെ കാണാനില്ല, കോഴിയമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ അമ്മ വീണ്ടും വേറെ ഏതൊക്കെ ഇലയൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ പോകുന്നിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പൊ ഏകദേശം നമ്മുടെ ആവാറായിട്ടോ. ഇനി ഇതിന് 4 പുറം ഓരോ റൗണ്ടും കൂടി ഉണ്ട്. ഇതൊക്കെ ഇരുന്ന് വരയ്ക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. കണ്ടില്ലേ ഗൈസ്, നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇന്നത്തെ ഒരു വെറൈറ്റി പൂക്കണം. എന്ന് നമ്മൾ റൗണ്ടും അങ്ങനെയൊക്കെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇന്ന് വേറൊരു രീതിയിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂക്കളം കാണാനായിട്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ അപ്പു ഒറ്റയ്ക്ക് ഇരുന്ന് പൂക്കളിടാണ്. അപ്പുവിന് ചെറുതായിട്ട് കാൽമുട്ടൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഫൈനൽ ടച്ച്. ആദ്യം ഒരു വൈറ്റ്, പിന്നെ റെഡ്, വൈറ്റ്, റെഡ്, പിന്നെ വൈറ്റ് ആവുമല്ലോ. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഗൈസ്, നമ്മുടെ ആമ്പൽ കണ്ടില്ല, എന്ത് ഭംഗിയാലേ ആമ്പൽ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൽ ഫസ്റ്റ് ഉണ്ടാവുന്ന ടൈം നല്ല രസമായിരുന്നു. കുറേ ഇത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓരോന്നും ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ പൂക്കളം റെഡി ആവാൻ പോകുന്നു. അപ്പോൾ ആലോചനയിലാണ് ഇനി എന്ത് നമ്മളിടും. റെഡ് വൈറ്റ്, റെഡ് വൈറ്റ്, അപ്പോൾ അവസാനം വൈറ്റ് ആവുമല്ലോ. അപ്പോൾ 2 വൈറ്റും കൂടെ ഒരുമിച്ചാവുമല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കളർ നമുക്ക് ചെറുതാക്കിയിട്ട് അടുത്ത കളത്തിൽ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു. അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ പൂക്കളം ഈസ് റെഡി. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. വാ, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. വൈറ്റിൻ്റെ അവിടെ എന്തൊക്കെയോ ചെയ്ത് അപ്പൂസ് ഒരു റൗണ്ടൊക്കെ ആക്കിയിട്ടുണ്ട്. എനിവേ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടിച്ചിട്ട് പോകുന്നുണ്ട്, അപ്പൂസ് പീസ് അടിച്ചിട്ട് പോകുന്നുണ്ട്, ചൂലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കോഴിയമ്മ കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ബായ്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഗൈസ്, നമ്മുടെ വയലറ്റ്
വയലറ്റ് ആമ്പൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, ഞാൻ മറന്നു ഗൈസ്. വയലറ്റ് ആമ്പലാണ് കേട്ടത്. ഇതിൻ്റെ വേറൊരു ടൈപ്പും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ വരുന്നിട്ടില്ല. ഇത് റോസ്. പിന്നെ നമ്മുടെ അറിയാലോ ഗാർഡൻ പൊട്ടിച്ചു വയ്ക്കുന്ന പൂ. പിന്നെ നമ്മുടെ തെച്ചി, അതിൻ്റെ ഇടയിൽ കൂടെ ആ സൂര്യൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ പൂക്കൾ എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ, ടേക്ക് കെയർ. എല്ലാവരും ഹാപ്പി സേഫ് ആയിരിക്കുക.